നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ കഴിഞ്ഞ മാസം ക്ഷേമ പെൻഷൻ വിതരണം ഇല്ലായിരുന്നു. പക്ഷേ ലഭിക്കേണ്ട തുക മുൻകൂറായിട്ട് സർക്കാർ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് മെയ് മാസത്തെ തുക വിതരണം 25-ാം തീയതിയോടെ പെൻഷൻ വിതരണം വീണ്ടും പുനരാരംഭിക്കുകയാണ്. അതായത് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. അതുമാത്രമല്ല, പുതിയ സർക്കാരാണ് ഇനി പെൻഷൻ കാര്യങ്ങളുടെ എല്ലാം മേൽനോട്ട ചുമതലയുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ കൂടി വരുന്നുണ്ട്. പെൻഷൻ വിതരണത്തിൽ പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെൻഷൻ തുകയുടെ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിഗണിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം കൂടിയായിരിക്കാം ഒരുപക്ഷെ നടപ്പിലാക്കുക. അല്ല എങ്കിൽ നിലവിൽ സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് പുതിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നിലവിൽ പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടികൾ നടപ്പിലാക്കുകയാവാം ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം പുതിയ മന്ത്രിസഭയൊക്കെയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അല്പം കൂടി കാത്തിരിക്കണം. അതുകൊണ്ട് തന്നെ മെയ് മാസത്തെ പെൻഷൻ വിതരണം ഇതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളാൽ തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടി മുൻകൂറായിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. മെയ് മാസത്തെ പെൻഷൻ വിതരണം 25-ന് ശേഷം ആരംഭിക്കുന്നതിനും 2000 രൂപ വീതം തടസ്സമില്ലാതെ എല്ലാവർക്കും, സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങുന്നതിനൊക്കെ സംവിധാനങ്ങളാണ് ഏപ്രിൽ മാസം സർക്കാർ ഒരുക്കിയിരുന്നത്. മെയ് മാസം ആദ്യ ആഴ്ചകളിലും ഇപ്പോഴും നമുക്ക് ഇതിനുള്ള സംവിധാനങ്ങളുണ്ട്. 2 മാസത്തെ റേഷൻ വാങ്ങാത്തവർക്ക് അത് ആ രീതിയിൽ വാങ്ങുന്നതിനും ഇനി മെയ് മാസത്തെ റേഷൻ മാത്രം വേണ്ടവർക്ക് ആ രീതിയിൽ കൂടി, അതായത് ഏപ്രിൽ വാങ്ങിയവരുണ്ടെങ്കിൽ മെയ് മാസത്തെ റേഷൻ ഇനിയിപ്പോൾ നമുക്ക് വാങ്ങാം. ഇനി ഏപ്രിൽ വാങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇളവുകളോടെ ഇപ്പോൾ നമുക്ക് മെയ് മാസം 15-ാം തീയതി വരെ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. 15-ാം തീയതിക്ക് ശേഷം മെയ് മാസത്തെ റേഷൻ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ റേഷൻ കാർഡുമായി എത്തിച്ചേർന്ന റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, സപ്ലൈകോ വഴി നിരവധി സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ലഭിക്കുക. അതുമാത്രമല്ല, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മളുടെ നിയമസഭയിലേക്ക് വനിതാ MLA-മാരുടെ പ്രാതിനിധ്യം അത് 11ഓളം പേര് ഇലക്ഷൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു, വിജയിച്ചിരുന്നു. അവർക്കുള്ള ആദര സൂചകമായിട്ട് ശബരി ഉൽപ്പന്നങ്ങൾക്ക് അത് സ്ത്രീകൾ വാങ്ങുമ്പോൾ 11% സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി ഇപ്പോൾ ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ 11-ാം തീയതി മുതൽ നമുക്ക് ഈ രീതിയിൽ കൂടി ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. റേഷൻ കാർഡുകൾക്ക് 13-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളും വാങ്ങാനുള്ള അവസരം സപ്ലൈകോ ഒരുക്കി തരുന്നുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാർ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക. ഇപ്പോൾ പല സർക്കാർ സ്കീമുകളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോഴും ആധാർ അധിഷ്ഠിത OTP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് EKYC പോലുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. EKYC എന്നുള്ളത് ആധാറിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് OTP എത്തുകയോ അല്ലെങ്കിൽ ഫേസ് ഒതൻറ്റിക്കേഷൻ, നമ്മളുടെ മുഖം സ്കാൻ ചെയ്തുള്ള പ്രത്യേക സംവിധാനങ്ങൾ, ഇനി അതല്ല എങ്കിൽ ബയോമെട്രിക് സംവിധാനങ്ങളാവാം. അതൊക്കെ നമ്മളുടെ ആധാർ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലേ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതോടൊപ്പം ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇല്ലാത്തവർ അത് ചേർക്കുന്നതിന് വേണ്ടി ഇനി അതോടൊപ്പം തന്നെ ആധാറിലെ ഫോട്ടോയും നമ്മളുടെ ഇപ്പോഴത്തെ രൂപവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഫോട്ടോ ഒന്ന് അപ്ഡേഷൻ ചെയ്യുന്ന കാര്യം കൂടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.